ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന മറ്റൊരു അഡ്വഞ്ചർ സർവൈവൽ ത്രില്ലറാണ്. അത് ഇന്ത്യൻ മൂവി അല്ല, ഒരു ഹോളിവുഡ് മൂവി തന്നെയാണ്. 127 അവേഴ്സ് എന്നാണ് സിനിമയുടെ പേര്. ഒരുപാട് പേര് ഈ സിനിമ ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ടാകും. കാരണം 2010 ഈ 127 അവേഴ്സ് എന്ന മൂവി റിലീസായിട്ടുള്ളത്. ഒരുപാട് പേരുടെ പ്രശംസകളും അതുപോലെ ഒരുപാട് അവാർഡുകളും അതുപോലെ ഒരുപാട് ആൾക്കാർ സംസാരിക്കുകയും ഒക്കെ ചെയ്ത ഒരു മൂവിയാണ് ഈ 127 അവേഴ്സ് എന്നുള്ളത്. ഡാനി ബോയ്ലി എന്നുള്ള ആളാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഈ മൂവിക്ക് 3 ഗോൾഡൻ ഗ്ലോബ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. 95 മിനിറ്റോളമാണ് ഈ മൂവിയുടെ ഏകദേശ ഡ്യൂറേഷൻ വരുന്നത്. ആരോൺ റാൽസൺ, ജെയിംസ് ഫ്രാങ്കോ എന്നിവരാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആരോൺ റാൽസന്റെ അന്യായ പെർഫോമൻസ് ആണ് കേട്ടോ. അഴിഞ്ഞാട്ടമാണ് ഈ സിനിമയിൽ ത്രൂ ഔട്ട്. കുറെ ആളുകൾ ഒന്നിച്ച് ഒരു മൗണ്ടൈനിൽ ട്രെക്കിങ്ങിന് പോവുകയും അതിനിടയിൽ ഒരാൾ ഒരു പാറക്കെട്ടിനിടയിൽ വീണ് കുരുങ്ങിപ്പോകുന്നതുമാണ് ഈ സിനിമയുടെ പ്രധാന പ്ലോട്ട് എന്ന് പറയുന്നത്. ഇദ്ദേഹം പാറക്കെട്ടിനിടയിൽ വീണു പോവുകയും മറ്റാരും അത് ശ്രദ്ധിക്കാതിരിക്കുകയും മറ്റാരുടെ കണ്ണിൽ അത് പെടുകയും ചെയ്തില്ല. എല്ലാവരും ഇദ്ദേഹത്തെ അന്വേഷിച്ച് അവിടെ നടക്കുകയും എന്നാൽ ഇദ്ദേഹത്തിന് തിരിച്ചൊരു ഒച്ച ഉണ്ടാക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ഇദ്ദേഹം വലിയ പാറയുടെ ഗ്യാപ്പിലേക്ക് വീണു പോകുന്നതാണ് ഈ സിനിമയിലെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുവാൻ നടത്തുന്ന ഒരു സർവൈവൽ സ്റ്റോറിയും നിങ്ങൾ കേട്ടിട്ടില്ല. അതിൻ്റെ ഒരു എക്സാക്റ്റ് എക്സാമ്പിളാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അദ്ദേഹം ആ പാറയിടുക്കിൽ പെട്ട ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയം, അദ്ദേഹം ചെയ്യുന്ന ആ പരിശ്രമങ്ങളൊക്കെ ഉണ്ട്. ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോകും. അതിലെ ഓരോ രംഗങ്ങളും അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹം ഈ പാറക്കെട്ടിൽ വീണ ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയൊരു പാറക്കഷ്ണം വന്ന് വീഴുന്നുണ്ട്. അപ്പം കൈ അവിടുന്ന് വലിക്കാൻ പറ്റുന്നില്ല. അപ്പം കൈ വലിച്ചു കഴിഞ്ഞാലേ അദ്ദേഹത്തിന് മുകളിൽ കയറിപ്പോകാൻ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കയ്യിലൊരു കമ്പിൻ്റെ എന്തോ ഒരു കഷ്ണം കിട്ടിയിട്ട് അദ്ദേഹം ഈ കൈ ഇങ്ങനെ കുത്തി മുറിച്ചിട്ട് ആ കൈ ബാക്കി ഭാഗം എടുത്തിട്ട് പോകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ആ സീനൊക്കെ വന്നു കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മൾ സ്വന്തം കുത്തി മുറിവുണ്ടാക്കുന്ന ആ ഒരു ഫീല് നമ്മുടെ മൈൻഡിനുള്ളിൽ വരും. കാരണം അത്രയ്ക്ക് ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരുപാട് അവാർഡുകൾ ഈ സിനിമ നേടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു അഡ്വഞ്ചർ ടൈപ്പ് ത്രില്ലർ അല്ലെങ്കിൽ ഒരു സർവൈവൽ കൈൻഡ് ഓഫ് ത്രില്ലർ മൂവികളൊക്കെ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സിനിമ കാണാൻ. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ അവൈലബിൾ ആണ്. 127 അവേഴ്സ് എന്നുള്ള ഈ സിനിമ. Good morning, everyone. It is 7 o'clock here in Canyonland, USA. Hey, Aaron. Mom still has not heard from you. Will you just call her, please? I'll talk to you soon. And this morning, on the boulder, we have a very special guest, Aaron Ralston! Oh, gosh, it's a real pleasure to be here. Thank you. Thank you. Hey! You lost? I'm a guide. What do you say? See, I'm something of a big and hard hero. All you have to remember is that everything will be okay. Oh my God, Aaron! Are you okay, Aaron? Come on! You gotta come down here! Oh, it's been nice knowing you, man. I can do everything on my own. See ya! Bye. I don't think we figured in his day at all. Hey there, Aaron. Is it true you didn't tell anyone where you were going? Oops. This marks 24 hours of being stuck. I've been chipping away. Want to keep warm than anything. I have about 150 milliliters of water left, which should keep me alive till tomorrow night, if I'm lucky. So that's it. Mom, Dad, I haven't appreciated you as I know that I could. I love you guys, and I'll always be with you. Don't
Do not give up. നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമയാണ്. ഒരിക്കലും ഈ സിനിമ മിസ്സാക്കില്ല. നിങ്ങൾക്ക് ഇതുപോലത്തെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മസ്റ്റ് വാച്ച് ഒരു മൂവി കൂടിയാണിത്.